കുറച്ച് മതി, ഗ്ലാസ് മതി. കറികൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എവിടെയാണ് താമസിക്കുന്നത് സാർ? എവിടെ താമസിക്കുന്നത്? നാട്ടിൽ? തിരുവനന്തപുരം. പിന്നെ സുഖമല്ലേ വൈഫിന്? ഏത് സിനിമയാണ്? സീരിയലാണ്? സുഗമോ ദേവി. ശരി. സാറിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. യൂട്യൂബിൽ ഒത്തിരി കാണാറുണ്ട്. ഓരോന്നിന് പിന്നെ പറയാനല്ലോ ഓരോരുത്തരെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ളതാണ് അതെല്ലാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കുക്കിങ്ങിൻ്റെ ഷോ ഉണ്ട് കൈകളിൽ. അപ്പം അതിൻ്റെ വീഡിയോൻ്റെ താഴെ ആരോ ഫേക്ക് ഐ ഡി ഒരാൾ വന്നിട്ട് ഒട്ടും ജെനുവിൻ അല്ലാതെ കത്തതാണ്. ഞാൻ പറഞ്ഞു ജെനുവിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജെനുവിനായിട്ടെന്ന് അറിയാൻ എന്നെങ്കിലും അറിഞ്ഞിരിക്കണം. ഫേക്ക് ഐ ഡി എന്നുള്ള എനിക്ക് അറിഞ്ഞിടാത്ത ഒരാൾ ജെനുവിൻ അല്ല എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി സാർ, ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പെണ്ണിൻ്റെ വേദന എനിക്കറിയാം. എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡും മരിച്ചതാണ് കോവിഡ് വന്നിട്ട്. അപ്പോൾ ആ വിഷമം നമുക്കറിയാം. അതുകൊണ്ട് പറയണത് സാർ ഒരു ജീവിതം കൊടുത്തത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. രണ്ടുപേർക്കും ജീവിതം ഒരു ലൈഫാണ്. തീർച്ചയായിട്ടും അതൊരു സാഹസികതയൊന്നുമില്ല. ഒരുപാട് നേരം പറയാറ് കേൾക്കാറുണ്ട്. വിഷമിച്ചിട്ട് ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഒരു ജീവിതം കിട്ടിയത്. ഒരുപാട് കഷ്ടപ്പെട്ട സമയത്ത് സാറ് വന്നതും സാറിൻ്റെ പെങ്ങൾ കൂടി സംസാരിച്ചത് അതെല്ലാം പറയാറുണ്ട്. യൂട്യൂബിലെല്ലാം കേട്ടിട്ടുണ്ട്. സാറിൻ്റെ അമ്മയും അച്ഛനൊക്കെ അവരൊക്കെ തിരുവനന്തപുരം തന്നെയാണോ? ഗുരുവായൂർ ഉള്ളിൽ കയറി തൊഴുതില്ലേ സാർ? അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിച്ച് തരാം. വേണമെങ്കിൽ ഉള്ളിൽ കടന്നല്ലോ. ഞാൻ വരാം, തീർച്ചയായിട്ടും വരാം. എൻ്റെ വീട് ഇവിടെ തന്നെ സാർ. മമ്മിയൂർ അമ്പലത്തിനോട് ഫ്ലാറ്റാണ് നന്ദനോട്. ഞാൻ ശരിക്കും ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ രാമമൂർത്തി നഗർ. മകള് ദുബായിലാണ്. നെക്സ്റ്റ് മന്ത് ദുബായി പോകും. നമ്മള് അവിടെ ബാങ്കിൽ ജോലിയാണ്. കല്യാണം കഴിഞ്ഞു. 1 year ആയിട്ടല്ലോ. ദുബായ് എയർപോർട്ടിൻ്റെ അവിടെയാണ്. ഞാനിന്ന് ഈ ആന വരയ്ക്കൽ മാതൃഭൂമി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്, കാലത്തെ വന്നതാണ്. അത് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കണ്ട് ഉള്ളിൽ കിടന്നപ്പോഴാണ് സാറിനെ കണ്ടത്. യാദൃശ്ചികമായി സാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. ഇല്ല, കല്യാണം കഴിച്ച് 30 വർഷമായിട്ട് ബാംഗ്ലൂരാണ്. നാട് കുന്നംകുളം എന്ന സ്ഥലത്തായിരുന്നു. അവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ്. എനിക്ക് പറ്റിയതുപോലെ കുന്നംകുളത്തിന് പറ്റിയിട്ടുണ്ട്. ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു. കുന്നംകുളം എന്ന് പറഞ്ഞു ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. സാറിന് വിശ്വസിക്കാം. എൻ്റെ ചാനലിൽ സാറിനെ പറ്റി നല്ലത് മാത്രമേ വരൂ, നല്ലത് മാത്രമേ പറയാം. ഓക്കെ. അത് പ്രഭാഷണം പറയുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞത്ര പ്രഭാഷണമൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ സാർ. അല്ല, ഭഗവാന്റെ കാര്യങ്ങൾ പറയാം, ആർക്കും പറയാം. അതിന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമല്ലേ സാർ പറ്റുള്ളൂ. ഒരു തെറ്റ് ചെയ്യുന്നവന്, ചതിക്കുന്നവൻ, കളവ് പറയുന്നവന് അവന് പറ്റില്ലല്ലോ. അങ്ങനത്തെ ആൾക്ക് പറ്റുന്നത് പണിയല്ലോ. ഏതൊരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിരുന്നു, ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറിയിട്ട് നമ്മളതിന് വിളിക്കുന്ന കള്ളവണ്ടി. വണ്ടി എന്ത് ചെയ്തു? ശരിയാണ്, നമ്മൾ ടിക്കറ്റ് എടുത്ത് കറക്റ്റ്, അത് സത്യമാണ്. കള്ളവണ്ടി യാത്ര ചെയ്തു. വണ്ടിയല്ല നമ്മുടെ ടിക്കറ്റ് എടുക്കാതെ കയറിയത് നമ്മുടെ തെറ്റാണ്. കള്ളനാണ് വണ്ടി കയറിയത്, കള്ളവണ്ടി കയറിയതല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല കാര്യങ്ങൾ പറയാൻ അത് നല്ലൊരു വെഹിക്കിളാണ്. നമുക്ക് പ്രഭാഷണത്തിലൂടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. മകള് ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. മകള് ഇവിടെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞല്ലോ, അരങ്ങേറ്റുണ്ടെന്ന് പറഞ്ഞല്ലോ. വൈഫാരും കയറുന്നത് കുഞ്ഞുമോൾ. ഓക്കെ, അറിയാം. കുഞ്ഞുമോളെന്ന് വിളിക്കുന്നത് അറിയാം. വിളിക്കാം കേട്ടോ. പിന്നെ ഇന്നലെ ആശാശരത്തുണ്ടായിരുന്നു. ആശാശരത്തിൽ അരങ്ങേറ്റുണ്ടായി. ഞാൻ ഫുള്ളായിട്ട് എടുത്തു, വീഡിയോ എടുത്തു, സെൽഫി എടുത്തു, സംസാരിച്ചിരുന്നു. ഷാർജയിൽ നിന്ന് നിറയെ കുട്ടികളിനായിട്ട് വന്നതാണ്. 11:30 മണി വരെ ഉണ്ടായിരുന്നു. അന്ന് ഡാൻസ് വളരെ നന്നായി കളിച്ചു. എല്ലാവർക്കും സങ്കടമായി അതുമാതിരി കളിച്ചു. കൃഷ്ണനും യശോദി രണ്ടും
ആശാശരത്തായിട്ട് നന്നായി അഭിനയിച്ചിരുന്നു. ഞാൻ പോയി വിഷ് ചെയ്തിരുന്നു. കുറേ കുട്ടികളുണ്ട്, 50 പിള്ളേരുണ്ടായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം മാതൃഭൂമിയിൽ വകയായിരുന്നു. മാതൃഭൂമി ദേവസ്വം കൂടിയിട്ട് കുട്ടികൾക്ക് ആന വരയ്ക്കാനുള്ളൊരു ചിത്രം ആന വരാറുണ്ട്. ഇപ്പം ഉണ്ടായിരുന്നു അത്. നന്നായിരുന്നു പ്രോഗ്രാം. മാതൃഭൂമി ഇത് മാതൃഭൂമി ദേവസ്വം കൂടി ചെറുതാണ്. വേണ്ട കറി വേണ്ട. സാറിൻ്റെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി കുറച്ചു നേരം വർത്താനം പറഞ്ഞു, സംസാരിച്ചു. നന്ദി ഒരുപാട്. കാണാൻ കഴിഞ്ഞതിനും. നെക്സ്റ്റ് 14-ാം തീയതി പ്രോഗ്രാമിന് ഞാൻ വരാം. ഓക്കെ, ലൈവ് ഇടാം. ടൈം 2:30 2:30 അല്ലേ സാറ് പറഞ്ഞത്? വൈഫും വരുമോ? അപ്പോൾ 2 പേരിനും കൂടി വെടിയെടുക്കാം. നമ്മുടെ യൂട്യൂബ് സത്യങ്ങൾ മാത്രം പറയുന്നതാണ്. എൻ്റെ കൃഷ്ണ എന്ന പേര് യൂട്യൂബ് ചാനലിൻ്റെ. കൂടുതലും നമ്മൾ മനുഷ്യർ വല്ലാണ്ട് അകപ്പെട്ട് പ്രശ്നത്തിലാവുമ്പോഴാണ് നമ്മൾ പറയുന്നത് എൻ്റെ കൃഷ്ണ. കറക്റ്റ്. സാറേ ഡ്രൈവ് ചെയ്യോ? ഞങ്ങളുടെ ടീച്ചർ പറയും സാറിന് എന്തെങ്കിലും പറയാൻ പറയാട്ടോ. എന്താ പറയാന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ ദിവസം പ്രഭാഷണം വന്ന് കേൾക്കാറുണ്ട്. ഇവിടെ ദിവസം 7 മണിക്ക് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം നടക്കുന്നുണ്ട്. അത് ലൈവ് ഇടാറുണ്ട്, കാണാറുണ്ട്. 1982 തൊട്ടാണ് നമ്മൾ ഈ രാമായണ മാസാചരണം ആക്കിയത്. രാമായണത്തിൻ്റെ എന്താണ് അതിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരച്ഛൻ മകനോട് പറയുകയാണ് രാജാവാകും എന്ന്, അടുത്ത ദിവസം രാജാവാകും എന്ന് പറയുന്ന രാമനെ കാട്ടിൽ പോകണം എന്ന ആ ഒരു കൈയുടെ വാക്കിൻ്റെ പേരിൽ അങ്ങനെ പറയുമ്പോൾ രാമൻ പറയുന്നത്, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ 14,000 വർഷമാണെങ്കിൽ ഞാൻ പോവാം. അങ്ങനെ അനുസരിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത് അച്ഛനമ്മമാർക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതേപോലെ ശാപം കിട്ടിയെന്ന് ദശരഥൻ വന്നിട്ട് വശിഷ്ഠനോട് പറയുന്ന സമയത്ത് ദശരഥനാകെ വിഷമിച്ചിരിക്കുക, പുത്രശോകം കൊണ്ട് നീ മരിക്കും എന്ന് പറഞ്ഞ ആ ഒരു വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ വശിഷ്ഠൻ പറയുന്നുണ്ട്, നീ പുത്രശോകത്തിൽ മരിക്കുന്നവരാണ്, നിനക്ക് കുട്ടികളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും, പുത്രൻ ഉണ്ടാവും എന്നുള്ള ആ ഒരു നല്ല കാര്യമില്ല. അപ്പോൾ ഏത് വിഷമഘട്ടത്തിലും അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കാൻ രാമായണം പറഞ്ഞു തന്നെ. രാമായണത്തിന് പലതും പഠിക്കാൻ, നമുക്ക് മനസ്സിലാക്കാനും. പിന്നെ സീത കൂടെ പോയത് അത്രത്തോളം ഒരു നല്ല പത്നി എന്നുള്ള രീതിയിൽ ഒരു ഭാര്യ എന്താവണം. മലയാള ഭാഷയിൽ ഭാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ടിലും വെളിച്ചത്തിലും ആരാണോ കൂടെ ഉള്ളത് അവളാണ് ഭാര്യ. സത്യം. നഷ്ടത്തിലും നേട്ടത്തിലും എല്ലാത്തിനും കൂടെ നിൽക്കണം. അതാണ് ഒന്ന് പറയുമ്പോഴേക്കും നമ്മളെ വിട്ടു പോകണ ഒരു ഭാര്യ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സീത കാട്ടിപ്പോയതും ഊർമിള കാട്ടി പോകാതെയും അതേ ധർമ്മം നിർവഹിച്ചു. ലക്ഷ്മണന്റെ കൂടെ പോയില്ല. സീതയുടെ സൗദിയാണ്, എന്നിട്ടും കൂടെ പോയില്ല. അതും നല്ലൊരു ഭാര്യയുടെ ലക്ഷണമാണ്. അതായത് ഭർത്താവ് ഒരു കാര്യം ചെയ്യാൻ പോവാണ്, 14 വർഷം കാത്തിരുന്നു, കൂടെ പോയിട്ടില്ല. അപ്പോൾ 2 തരത്തിലും ഭാര്യ ആവാം, ശരിയായ രീതിയിലാവാം. സീത കാട്ടിൽ തിരിച്ചു പറഞ്ഞയച്ചു, വാൽമീകി ആശ്രമത്തിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ രാമൻ സപ്രപഞ്ചത്തിലൊന്നുമല്ല കിടന്നത്, തറയിലാണ് കിടന്നത്. കാരണം എൻ്റെ ഭാര്യ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനും അത് തന്നെ അനുഭവിക്കണം. രാജാവായതുകൊണ്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്നു, എന്നാലും എനിക്കും ആ വിഷമം അറിയില്ല എന്നുള്ള നല്ല ഭർത്താവിൻ്റെ ലക്ഷണം. പിന്നെ മക്കൾ പോലും തിരിഞ്ഞു ചോദിച്ചു, ഈ രാമനെക്കുറിച്ചാണ് ഞങ്ങൾ പാടിയെന്ന് ലവകുശന്മാർ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ രാമായണത്തിൽ ഉടനീളം നമ്മൾ പഠിക്കേണ്ട ഓരോ കാര്യങ്ങളായിട്ട് നല്ല പുത്രൻ എങ്ങനെ ഇരിക്കണം, നല്ല അച്ഛൻ എങ്ങനെയാണ്, നല്ല ഭാര്യ എന്താണ്, നല്ല സഹോദരൻ എന്താണ്, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു മഹത്ഗ്രന്ഥം. അത് 1982 തൊട്ട് കർക്കിടക മാസത്തിലെങ്കിലും വായിക്കുന്നത്. അപ്പോൾ ബാലകാണ്ഡം തൊട്ട് ഉത്തരകാണ്ഡം വരെ രാമായണം പടർന്നു കിടക്കുന്ന ആ ഒരു സത്ത് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം നന്നാവും
എന്നുള്ളത് സത്യമാണ്. കറക്റ്റാണ് സാർ പറഞ്ഞത്. 5000-ലേറെ വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട ഒരു മഹാകാവ്യം, ആദികാവ്യം. അതിൻ്റെ 300ഓളം വേർഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. 150ഓളം വേർഷൻസ് വളരെ ആക്റ്റീവായിട്ട് അവൈലബിൾ ആണ്. അതിൽ ചിലതെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞപ്പെട്ടതും മാറ്റി എഴുതപ്പെട്ടതുമായിട്ടുള്ള പലതരം രാമായണങ്ങളും. അപ്പോൾ ആ രാമായണം എല്ലാം ഉള്ളപ്പോഴും അതിനകത്ത് പറയുന്ന പുതിയ പുതിയ വേർഷൻസ് അല്ലാതെ അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. സാർ സാർ പറഞ്ഞപ്പോൾ സാറിൻ്റെ മനസ്സും സാറിൽ നിന്ന് സംസാരിച്ചപ്പോൾ സാറിനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ ഈ യൂട്യൂബിൽ പറയണതൊന്നുമല്ല സാർ, എത്രയോ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. മനുഷ്യൻ നല്ലതാണോ ചീത്തയാണോ യൂട്യൂബിൽ പറയാൻ പറ്റില്ലല്ലോ. അല്ല, യൂട്യൂബിൽ ഒക്കെ മോശമായിട്ടല്ലോ ഓരോ കാര്യങ്ങളും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ ജെനുവിനിറ്റി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ അറിയാവുന്ന പറഞ്ഞു സാറിന് ഒരു 5 നിമിഷം വേണ്ടി സാറിനെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സാർ എന്താണ്, സാറിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ ഒരാളെ പറ്റി. ഒരാൾ ജെനുവിനാണോ അല്ലേന്ന് തീരുമാനിക്കുന്നത് ഒരിക്കലും യൂട്യൂബിൽ ഒരു വീഡിയോ അല്ല. അതുകൊണ്ട് ആൾക്കാർ കമന്റ് തെറ്റായിട്ട് മാത്രമാണ് പറയുന്നുള്ളൂ. ശരി പറയുന്നവരുണ്ട് കുറച്ച്, പക്ഷെ തെറ്റ് പറയുന്നവരാണ് 90%. ആൾക്കാരുടെ മനസ്സിലെ വൈകല്യം അവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞപ്പിത്തം വന്ന ഒരാളുടെ കണ്ണിന് എല്ലാം മഞ്ഞായിട്ടേ കാണുള്ളൂ. കറക്റ്റ്. അപ്പം മോശം പറയുന്ന ആൾക്കാരെ എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതൊരു രോഗമാണ്, മാറും. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അത് ശൂർപ്പണകയാണ്. ശരിയാണ്. കടയിൽ ശൂർപ്പണകമാരും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ കഴിവതും നമുക്ക് നമ്മളായിട്ട് ഒതുങ്ങി ജീവിക്കാം അല്ലേ, മറ്റൊരാളെ. ശരി, ഓക്കെ, താങ്ക് യു. ശരിക്കും വലിയൊരു ലെസനാണ്. അതായത് മഹാഭാരതത്തിൽ കൃഷ്ണന്റെ ശിഷ്യനാണ് അർജുനൻ. ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കും. അവിടെ കൃഷ്ണനെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണോ അങ്ങനെയാണോ ചോദിക്കുന്നത്. ഹനുമാൻ രാമൻ എന്ത് പറയുന്നു അക്ഷരപതി അനുസരിക്കുന്നു, ചോദ്യമേ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടെന്താ അർജുനനാകെ 4-5 അമ്പലം, ഹനുമാൻ എവിടെ ചെന്നാലും അമ്പലം. അപ്പം നല്ല മകനാവണം എന്നുണ്ടെങ്കിൽ ഹനുമാനെ പോലെ ആവണം. ഒത്തിരി സന്തോഷമുണ്ട് സാറിൻ്റെ സംസാരിക്കാൻ കഴിഞ്ഞതിന്. ഇന്ന് ഗുരുവായൂർ വന്ന് സാറിൻ്റെ സംസാരിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. അത് കറക്റ്റാണ്. എല്ലാം ദൈവത്തിൻ്റെ തന്നെ. വെള്ളം ഒരു ഗ്ലാസ് എടുക്കും. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ. നല്ല ആൾക്കാരെ തന്നെ കാണുന്നത് കുറച്ചുണ്ട്, അധികം പേരും എന്തൊന്നും പറയുന്ന അറിയില്ല, അങ്ങനെയാണ്. എന്തിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറയാതെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ടല്ലോ സാറിൻ്റെ മനസ്സ്. നല്ല മനസ്സിലൊക്കെ പറ്റുള്ളൂ. ഞാനും വിഷമത്തിലൂടെയൊക്കെ പോയിട്ടുള്ളതാണ്, ഞാനും പലപ്പോഴും സംശയിച്ചിട്ടുള്ളതാണ്, ഞാനും തോറ്റിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കുഴിയിൽ വീഴുന്നതിൽ തെറ്റില്ല, അതിൽ നിന്ന് എണീക്കാതിരുന്നാൽ തെറ്റാണ്. തിരിച്ച് നമുക്ക് മനസ്സിലായി നമ്മൾ നല്ല വഴിക്ക് പോകുന്നത് നല്ലത്, അത് കറക്റ്റാണ്. കുഴിയിൽ വീഴുന്നത് ഒരു പ്രാവശ്യം തെറ്റുപറ്റാൻ മനുഷ്യൻ തിരിഞ്ഞ് വാഴ അത് ജീവിക്കാൻ പറ്റുന്നത് അതിലും വലിയ കുഴിയിൽ വീണ് അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. എന്നിട്ട് എണീക്കാതിരുന്നാൽ അതിനേക്കാളും അപ്പോൾ എണീക്കാൻ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും. എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് സാർ. വലിയവന് വലിയ പ്രശ്നം, ചെറിയവന് ചെറിയ പ്രശ്നം. പ്രശ്നങ്ങളില്ലാതെ ആരുമില്ല. 1ാം ക്ലാസ് പരീക്ഷയാണോ 10ാം ക്ലാസ് പരീക്ഷയാണോ പാടുന്നത്? 1ാം ക്ലാസ് പരീക്ഷയാണോ 10ാം ക്ലാസ് പരീക്ഷയാണോ പാടുന്നത്? 1ാം ക്ലാസ് ഇനി പാട്. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 1ാം ക്ലാസ് പാടും. 10ൽ പഠിക്കുന്നവർക്ക് 10. അവരവരുടെ കഷ്ടം ചെറുതോ വലുതോ. ഇപ്പോൾ വലിയ കോടീശ്വരനായിട്ടുള്ള ആൾക്ക് ഹലോ ഒരു 1 മിനിറ്റ് വരും. ഇതൊന്ന് പിടിക്കട്ടെ വീഡിയോ. രണ്ടുപേരെയും നല്ലൊരു ദിവസം ചോറ് Yes, sir. Thank you. ഞാൻ താങ്ക് യു പറഞ്ഞു.
സംസ്കാരം നന്നായിട്ടുണ്ടായിരുന്നു, ഫുഡ് നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടല്ലേ ഫുഡ്? ടേസ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സാറിന് എത്രയോ വിലപ്പെട്ട സമയം ഇവിടെ ചെലവഴിച്ചത് ഒരുപാട് നന്ദി. അതെ, ശരി ശരി. അല്ല, സാറ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ സാറിനെ കാണാല്ലേ, തിരിച്ച് ഞാൻ അമ്പലത്തിലേക്ക് വരാൻ നിൽക്കും. സീരിയൽ കാണുന്നവരും യൂട്യൂബ് കാണുന്നവരും സാറിനെ കണ്ട് ഒരുപാട് വിഷയമാവുന്നു. നമ്മളിത് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ പാടില്ല. അത് കറക്റ്റാണ് സാർ, അങ്ങനെ വേണം സാർ, അങ്ങനെ വേണ്ടത്. അഹങ്കാരം കാണിക്കുന്നതൊന്നും പരിഹാരമില്ല സാർ. ഉണ്ട് അറിയാം, പലർക്കും വലിയ ഇതാണ്. ചിലവർ നല്ല റെസ്പെക്റ്റ് ഉണ്ട്, മര്യാദയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ സ്വഭാവങ്ങൾ. ചില ആൾക്കാരൊക്കെ അവർ വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ സീരിയൽ കാണാറേയില്ല, അപ്പോൾ പിന്നെ ഞാൻ സീരിയൽ അഭിനയിക്കണമെന്ന് എങ്ങനെ അറിയും? കാണാത്തവർക്ക് അത് കണ്ടിട്ട് കാണാനില്ല എന്ന് പറയുന്നത് അവർക്കത് ഒരു താഴ്ന്നു വരാൻ വേണ്ടിയിട്ടായിരിക്കാം. ശരി സാർ, വളരെ നന്ദി. ഈ എത്രയോ വിലപ്പെട്ട സമയം എൻ്റെ അടുത്ത് സംസാരിച്ചതിന്, എൻ്റെ കൃഷ്ണ എന്ന ചാനലിൽ സാറ് വന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ. പായസം കഴിച്ചില്ല.